നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങളെക്കുറിച്ച്. അതായത് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം മനസ്സാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഒരു 6-7 വയസ്സുള്ള സമയത്തായിരുന്നു ഇക്കാക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്കാക്ക ജസ്റ്റ് ഒന്ന് പിച്ചി. അപ്പം ആ പിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് തലടങ്ങിയാലും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അത് സാധാരണയാണ്, കുറച്ച് വലുതാകുമ്പോൾ മാറുന്നു ഡോക്ടർ പറഞ്ഞ് അത് ഞങ്ങൾ അങ്ങനെ സിമ്പിളാക്കി വിട്ട്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് കുറച്ചൊരു 10-12 വയസ്സായി അത് പിന്നെയും ഓരോ ഇഞ്ചക്ഷനായാലും ഓരോ എന്തെങ്കിലും ഇടിച്ച് വീഴുമ്പോഴായാലും അത് പിന്നെയും തലടങ്ങി വീഴൽ പതിവായി വന്നു. അങ്ങനെ കുറേ ആയി നമുക്ക് ഡോക്ടറിനെ കണ്ട് ന്യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ച് സാധാരണയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് നാൾ ഒരു 20 വയസ്സാകുമ്പോൾ തന്നെ മാറിപ്പോയിക്കോളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ടപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബിൽ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയണത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത്. അപ്പോഴാണ് ഡോക്ടറും ഉണ്ടായിരുന്നത്, അശ്വിൻ ഡോക്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ടീമായിട്ട് ഇങ്ങനെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു. ഇവർ മെഡിറ്റേഷൻ ചെയ്യണമായാലും കാലത്തന്നെ യോഗ ചെയ്യും, ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാകും. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് ഇത് മനസ്സിനുള്ളിലൊരു പേടിയാണ്, അതല്ലാണ്ട് വേറെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നമല്ല, മനസ്സിൻ്റെ ഉള്ളൊരു പേടിയാണ്, ടെൻഷനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ ടെൻഷനും പേടിയും പിന്നെ അത് മാറ്റാനും അതിനെ തരണം ചെയ്യാനും വേണ്ടിയുള്ള മെഡിറ്റേഷൻ ചെയ്തു അത് പതിയെ കുറഞ്ഞ് വന്ന് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇഞ്ചക്ഷനായി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴായാലും അത് പതിയെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ഇതിനു മുന്നേ നമുക്ക് പേടിയായിരുന്നു. എടുക്കുന്ന സമയത്ത് എന്തുവായിരുന്നു നമുക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്? തല കറങ്ങുകയും ദശൊന്നും ബോഡി ഭയങ്കരമായിട്ട് ടൈറ്റ് ആകണം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് എടുത്തപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് സാധാരണ പോലെ നോർമലായിട്ട് അങ്ങനെ ആൾക്കാർ എടുക്കുന്നു അതുപോലെ തന്നെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ പയ്യെ ആ പ്രശ്നം കുറഞ്ഞ് വരുന്നു ഈ ഹോസ്പിറ്റലിൽ ഇപ്പം വന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത പിന്നെ. അങ്ങനെ കുറച്ചും കൂടിയും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബോഡിയിലുള്ള പ്രശ്നങ്ങളായാലും മനസ്സിലത്തെ ടെൻഷനായാലും പേടിയായാലും എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ? മെഡിറ്റേഷനിലൂടെ ഡോക്ടർ പറഞ്ഞു മനസ്സിലാക്കി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൽ നിന്നൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ആ ഒരു പേടിയും എല്ലാം കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചധികം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ഇനി ഇഞ്ചക്ഷൻ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, അഥവാ ചെറിയ പേടി വന്നാലും ഇല്ല, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ട്രിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇന്ന് എടുത്തപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, കൂളായിട്ട് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. ഓക്കെ. ഇപ്പം നമ്മളിവിടെ ഷെയർ ചെയ്തത് എപ്പിലെപ്സി, ശനി, അപസ്മാരം എന്നൊക്കെ കരുതപ്പെടാവുന്ന ഒരു കേസാണ് ഇപ്പം നമ്മളിവിടെ ഷെയർ ചെയ്തത്. പക്ഷേ ഈ രോഗമല്ല എന്നൊരു നിർണയത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത ശേഷം CT സ്കാനും EEG ഒക്കെ എടുത്തിട്ടാണ് ന്യൂറോളജി സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളും ആ കുട്ടിക്കില്ല എന്നും ഇതൊരു സൈക്കോസൊമാറ്റിക് അവസ്ഥയാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഓരോ ട്രീറ്റ്മെൻറ്റും മുന്നോട്ട് പോയത്. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തുള്ള ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതൊരു എപ്പിലെപ്സി ആണോ എന്ന് തോന്നാവുന്നതാണ്. കാരണം അവൻ്റെ ശരീരം വല്ലാണ്ട് സ്റ്റിഫാവുകയും കണ്ണുകൾ മറിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തുകയും കുറച്ച് സമയത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവൻ അറിയാത്തൊരവസ്ഥയിലേക്ക് അവൻ അങ്ങ് പോവുകയുമാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവൻ പെട്ടെന്ന് കണ്ണ് തുറക്കുകയും ആ ഒരു സമയത്ത് എന്താണ് നടന്നതെന്ന് പോലും ആ കുട്ടിക്ക് ഓർമ്മയില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. ഇതൊരു ന്യൂറോളജിക്കൽ ഇഷ്യൂ അല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഇൻട്രോസ്പെക്ഷനിലൂടെ ആ പ്രശ്നത്തെ ക്ലിയർ ചെയ്ത് അവൻ്റെ ഉള്ളിലുള്ള ഭയത്തെ കണ്ടെത്തി പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്.